കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ബാഗ് ഇത് ദേവേട്ടനല്ലേ? പിടിച്ചോ. ചേട്ടാ ബാഗ്. എന്താ നോക്കുന്നേ? ഇത് ദേവേട്ടന്റെ അല്ലേ? ഏയ് നിക്ക്. ആരാ നീ? സത്യം പറ. വീട്ടിലെ എല്ലാം അറിയാവുന്ന പോലെ, ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന പോലെ നേരെ ഇന്ദുഅമ്മയുടെ മുറി കൊണ്ടുപോയി കിടത്തി. ദേ ഇപ്പോ ദേവം ബാഗ് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ നേരെ അവന്റെ മുറി കയറി ബാഗ് എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇത്ര കൃത്യമായി നീ ഇതൊക്കെ എങ്ങനെ ചെയ്തു? അയ്യോ, ഞാനിപ്പോ വൈദേഹിയല്ലല്ലോ. മാളവിക എടുത്തോണ്ട് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ പോലും അറിയാതെ പെട്ടെന്നൊരു ആവേശമായിരുന്നു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ പോലും ഞാൻ മറന്നുപോയി. ഇനി ഇതൊക്കെ സൂക്ഷിക്കണം വൈദേഹി. ശ്രീരാമ, എന്നെ രക്ഷിക്കണേ. ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഞങ്ങൾക്ക് പോലും ചില നേരത്ത് ചില സാധനങ്ങൾ എവിടെയാന്ന് ഓർമ്മ കാണില്ല. അങ്ങനെയുള്ളപ്പോ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. നീ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നു? ശരിയാ, ഞാൻ ദേവേട്ടന്റെ മുറി കയറിയ പോലും ബാഗ് എവിടെ ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. നീ എത്ര നിഷ്പ്രയാസം അത് ചെന്നെടുത്തോണ്ട് വന്നേ? അതിശയായിരിക്കുന്നല്ലോ. അയ്യോ, ഇതിലിപ്പോ അതിശയിക്കാനും മാത്രം എന്തിരിക്കുന്നു? ഇന്ദുമ്മയെ കൂട്ടിക്കൊണ്ടു പോയപ്പോ ആ മുറി ഇന്ദുമ്മ തന്നെയാ കാണിച്ചു തന്നത്. പിന്നെ ബാഗ് എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ ദേവേട്ടൻ കൈ ഇങ്ങനെ മേലോട്ടല്ലേ കാണിച്ചേ? അത്ര തന്നെ പോയി എടുത്തോണ്ട് വന്നു. മുകളിൽ 4 മുറികളുണ്ടല്ലോ. അതില് ഞാനിങ്ങനെ ദേവേട്ടന്റെ മുറി കണ്ടുപിടിച്ചൊന്നും ചോദിക്കല്ലേ. അത് ഞാനൊന്ന് കറക്കി കുത്തിയതല്ലേ. ഞാൻ ചെന്ന് കേറി തന്നെ ദേവേട്ടന്റെ മുറിയില്ല. അവിടെ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ എടുത്തോണ്ട് വന്നു. എന്നാലും ഇത് തന്നെയാണോ ദേവേട്ടനെ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. നോക്കിക്കേ, ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാ. ഇത് ഞാൻ കറക്കി കുത്തിയതാ. അയ്യോ, മറന്നുപോയല്ലോ. ഇന്ദുമ്മയ്ക്ക് മരുന്ന് കൊടുക്കേണ്ട സമയമായി. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. അയ്യോ, ഞാൻ പറയാൻ മറന്നു. ഇന്ദുമ്മ കുറെ നേരമായിട്ട് വൈദേഹി വൈദേഹി എന്നാരുടെ പേര് പറയുന്നുണ്ടായിരുന്നു. ആ ചേച്ചിയോട് അങ്ങോട്ട് വരാൻ പറയോ? ഇന്ദുമ്മ പറഞ്ഞത് വൈദേഹി ചേച്ചി ഒത്തിരി നല്ല ചേച്ചിയാന്നാ. അത് കേട്ടപ്പോ എനിക്ക് ആ ചേച്ചി ഒന്ന് കാണാൻ തോന്നി. ഒന്ന് വരാൻ പറയണേ. മറന്നുപോവല്ലേ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ.
എനിക്ക് ഡബിൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, കണ്ടുപിടിക്കാം. എന്താടി നീ കൊതിച്ചു നോക്കി നിൽക്കുന്നേ? നിന്റെ മനസ്സിൽ ഇപ്പോഴും നിന്റെ ദേവേട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ദേവേട്ടന്റെ മനസ്സിൽ ഇപ്പൊ നീയില്ല. അതുകൊണ്ട് വന്ന കാര്യം നീ മറക്കണ്ട. ഇവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോയത്? എവിടെ പോയി? എനിക്കിനി നീ മാത്രമാണ് കൂട്ടുരാമ. നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറഞ്ഞേനെ? എന്തൊക്കെയാ എന്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഈ വീട്ടിൽ ഇതല്ലായിരുന്നോ നിന്റെ സ്ഥാനം? ഇന്നെല്ലാം നഷ്ടപ്പെട്ടവളായി നിന്നിട്ടും നിനക്ക് എന്നോട് അലിവ് തോന്നുന്നില്ലേ? ദേവേട്ടന്റെ മനസ്സിലും ഈ വീട്ടിലും എന്റെ സ്ഥാനം ഇപ്പൊ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കാം. കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ടല്ലേ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും? ഇപ്പൊ അതൊക്കെ എവിടെ പോയി? 6 മാസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും എന്ന് നീ കേട്ടെന്നെ മറന്നു കളഞ്ഞില്ലേ? എന്റെ സ്ഥാനം എനിക്ക് തിരികെ തരണമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്നെ തീർത്തും മറന്നു കളഞ്ഞ ഈ മനുഷ്യനും ഇദ്ദേഹത്തിൽ നിന്നും എന്നെ അകറ്റിയ താടക മാളവികയ്ക്കും നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ അവസരം തരണേ രാമ. ഞാനില്ലെങ്കിൽ മരിച്ചു പോകുന്നൊക്കെ വാചകം അടിച്ചിട്ട് ഭാര്യയെ ഒന്ന് കാണാതായപ്പോഴേക്കും ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള വിഷമം പോലും ഇല്ലാതെ മറ്റൊരു കല്യാണത്തിനും തയ്യാറെടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ആ മാളവികയെ കാണാൻ എന്തിനു കൊള്ളാം. ഉമ്മ, അവക്ക് ഉമ്മ വരെ കൊടുത്തേക്കുന്നു. അവളുടെ ഉമ്മ വേണമല്ലേ ദേവേട്ടാ? തല്ലി കൊല്ലും ഞാൻ. ഇങ്ങനെയൊന്നല്ല, ഇപ്പൊ തരാം. അയ്യോ അയ്യോ ആരത്? അയ്യോ കള്ളൻ കള്ളൻ. ആരാത്? ആരാത് പറയാൻ? എന്ത് പറ്റി മോനെ? എന്താ പറ്റിയേ? എന്തിനാ നിലവിളിച്ച? എന്താ മോനെ? നിങ്ങൾ ആരെങ്കിലും എന്റെ മുറിയിലേക്ക് വന്നായിരുന്നോ? ഞങ്ങളോ?
ആരും വന്നില്ലല്ലോ മോനെ. ദേവന്റെ നിലവിളി കേട്ടാ ഞാൻ ഉറക്കത്തിൽ ഞെട്ടിയത്. കഴിഞ്ഞ ദിവസം നേരം വെളുത്തപ്പോഴും ഇതുപോലെ നിലവിളിച്ചതാ. ഇപ്പൊ ദേ പാതിരാത്രിക്ക് നിലവിളിക്കാൻ തുടങ്ങി. എന്താ ദേവേട്ടന്റെ പ്രശ്നം? എന്റെ അമ്മേ, ആരും വന്നില്ലെങ്കിൽ പിന്നെ എന്നെ തല്ലിയതാരാ? എന്താ മോനെ നീ ഒരുമാതിരി അന്തം വിട്ട് നോക്കുന്നേ? എന്താ ഉണ്ടായെന്ന് പറ. എന്തിനാ നീ നിലവിളിച്ചത്? ആരോ തല്ലി ചതച്ചതുപോലെ. എന്തു പറ്റി മോനെ? ആരോ എന്നെ വന്ന് തല്ലിയമ്മേ. എന്താ തല്ലിയെന്നോ? അതേച്ച, ആരോ മുറിയിൽ വന്ന് ഈ പുതപ്പും തലയിലിട്ട് തല്ലിയച്ചാ പോയത്. എന്റെ അമ്മോ! ഈ പാതിരാത്രിക്ക് ആരാ നിന്റെ മുറിയിലേക്ക് വരുന്നത്? ഒന്നുകിൽ ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് മാളവികയായിരിക്കണം. ഞാൻ വന്നിട്ടില്ല ചേച്ചി. പിന്നാരാ? വേറെ ആർക്കാ ഈ സമയം ഈ മുറി കയറാൻ ധൈര്യമുള്ളത്? അല്ലെങ്കിൽ തന്നെ നീയായിരുന്നെങ്കിൽ രഹസ്യമായിട്ട് ഉമ്മ വെച്ച് കളിക്കുമെന്നല്ലാതെ തല്ലണ്ട കാര്യമുണ്ടോ? അല്ലേ ദേവാ? പിന്നെ ഉമ്മ വന്നേച്ചാ മതി. ദേവേട്ടനിട്ട് കൊടുത്ത പോലെ ഉമ്മ കൊടുക്കാൻ വരുന്ന വായിൽ പല്ല് കാണില്ല. പിന്നെ ജീവിതത്തിൽ ഉമ്മ എന്ന് കേട്ടാൽ അവളെ പേടിക്കും. അതിശയായിരിക്കുന്നല്ലോ. ആരായിരിക്കും വന്നത്? ഒരു പക്ഷേ വല്ല ദുസ്വപ്നം കണ്ടതാണെങ്കിലോ? സ്വപ്നത്തിൽ തല്ലിയതാണെങ്കിൽ കണ്ണു തുറക്കുമ്പോ എങ്ങനെ വേദനിക്കുന്നേ? അതല്ല, കാലത്ത് തൊട്ട് ദേവേട്ടൻ ബിസി ആയിരുന്നില്ലേ? നല്ല ക്ഷീണവും കാണുമായിരിക്കും. അപ്പൊ ഇങ്ങനൊരു സ്വപ്നം കൂടി ആയപ്പോ ശരിക്കും ആരെങ്കിലും വന്ന് തല്ലിയതുപോലെ തോന്നിയതായിരിക്കും. അത് ശരിയായിരിക്കും മോളെ. അവൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. മോളെ മാളവികെ, എന്തായാലും കൊള്ളാം, നീ ഇവിടെ തന്നെ കിടക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. എല്ലാരും പോയി തന്നാ മതി. എന്തു പറ്റി? പ്രണയവും സ്നേഹവും കൊഞ്ചലും കൊഴയലും ഒക്കെ സ്വപ്നം കാണേണ്ട പ്രായത്തില് ദേവൻ തല്ല് മേടിക്കുന്നതൊക്കെയാണല്ലോ കാണുന്നത്. എന്താണോ ആവോ? അയ്യോ, ഇത് സ്വപ്നമല്ലാന്ന് ഉറപ്പാ. ആരോ മനഃപൂർവ്വം എനിക്കിട്ട് താങ്ങിയതുപോലെ തന്നെയുണ്ട്. എന്നാലും ആർക്കാ ഇത്രയ്ക്ക് ധൈര്യം? എന്നോട് അത്രയ്ക്കും ദേഷ്യമുള്ള ആരോ മനഃപൂർവ്വം പണി തന്നതാ. എന്നോട് എന്നാലും അത്രയ്ക്ക് ദേഷ്യം ആർക്കാണോ? അയ്യോ, അതിവിടെ കാണുന്നില്ലല്ലോ. ആ രാമന്റെ വിഗ്രഹം ആരെടുത്തോണ്ട് പോയേ? ഇവിടെ തന്നെയല്ലേ ഞാൻ വെച്ചത്? അതാരെടുത്തോണ്ട് പോവാനാ? വൈദേഹി എങ്ങാനും വന്നതാവോ?
എന്റെ വൈദേഹി ഇവിടെ വന്നിട്ടുണ്ട്. വൈദേഹി, ശ്രീരാമ, അങ്ങനെ എന്റെ അടുത്തേക്ക് എത്തിയല്ലേ? ശ്രീരാമ, എത്ര നാളായല്ലേ നിന്നെ ഇങ്ങനെ കണ്ടിട്ട്. വൈദേഹി, നീ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷേ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. നീ എവിടെയാ വൈദേഹി? എനിക്കുറപ്പാ നീ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഒന്ന് എന്റെ കൺമുമ്പിലേക്ക് വരൂ. എന്താ എന്റെ ജീവിതം എനിക്ക് മനസ്സിലാവുന്നില്ല സീതാദേവി. എന്തിനു ജനിച്ചു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ടാണ് എന്റെ യാത്ര, ഒന്നും മനസ്സിലാവുന്നില്ല. ആർക്കു വേണ്ടി ഞാൻ ജീവിക്കണമെന്ന് പോലും ഒരു പിടിയും കിട്ടുന്നില്ല. വൈദേഹി, നീയില്ലാത്ത ഈ ജീവിതം എനിക്കൊരു നരകം പോലെ. എവിടെ ഉണ്ടെങ്കിലും എന്റെ അടുത്തേക്കൊന്ന് വന്നുകൂടെ നിനക്ക്? നീയില്ലാതെ എനിക്ക് പറ്റുന്നില്ല. ദേവേട്ടനെ കാണാനാണ് വന്നതെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. ദേവേട്ടൻ എന്നെ മറന്നിരിക്കുന്നു. കല്യാണത്തിന് ഇനി 5 ദിവസമുള്ള അമ്മേ. ഈ പ്രാവശ്യമെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നടക്കുമെന്ന് കരുതാം. വൈദേഹി തന്നെ ഇല്ലാണ്ടായില്ലേ? ഇനി തടസ്സം നിൽക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആരുണ്ട്? കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയല്ലേ വിചാരിച്ചത്. വൈദേഹി ഇല്ലല്ലോ, കല്യാണം നടക്കൂലോ എന്ന് കരുതിയിട്ട് എന്തായി? അവൾ ഇല്ലാഞ്ഞത് കാരണമാണ് കല്യാണം മുടങ്ങിയത്. അപ്പോഴത്തെ അവസ്ഥ വേറെ, ഇപ്പോഴത്തെ അവസ്ഥ വേറെ ബേബി. അപ്പോഴെന്ന് വെച്ചാ ദേവൻ വൈദേഹിയെ മനസ്സിൽ കൊണ്ടുവരുന്ന സമയ. ഇപ്പോഴിനി വൈദേഹി ഇല്ലാന്നറിഞ്ഞ ശേഷമല്ലേ ഈ കല്യാണത്തിന് അവൻ സമ്മതിച്ചത് തന്നെ. അത് തന്നെ വൈദേഹിയെ മറക്കാൻ തുടങ്ങിയോണ്ടല്ലേ. അവിടെ എനിക്കും സംശയം തോന്നുന്നത്. ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ദേഷ്യപ്പെടുന്ന ദേവൻ സമ്മതിക്ക് മാത്രല്ല പബ്ലിഷ് ചെയ്ത് എല്ലാരെയും വിളിച്ച് കല്യാണം നടത്തണമെന്നും പറഞ്ഞു. ഇതിന്റെ പിറകില് വേറെന്തെങ്കിലും വലിയ പദ്ധതി ഉണ്ടാവുമോന്ന് എന്റെ മനസ്സിലൊരു സംശയം. അതെന്തെങ്കിലും ആവട്ടെ, ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നത് നമുക്ക് തന്നെയാ നല്ലത്. നാളെ സത്യം പുറത്തു വന്നാലും കല്യാണം നടന്നത് എല്ലാരും അറിയുമല്ലോ. അതോടെ ആ കുടുംബത്തിലുള്ള നിന്റെ അവകാശം നിരസിക്കാൻ ആർക്കും ആവില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു പേടിയില്ല. സത്യം പുറത്തു വന്നാലും ശാന്തിയമ്മയുടെ ശരിക്കുള്ള മോളിപ്പോ പരലോകത്തിരിക്കല്ലേ. സോ നോ പ്രോബ്ലം മോം.